ഇന്ന് ജൂലൈ മാസം 13-ാം തീയതി. എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരട്ടെ. മോശ മഹാനായ ഒരു നേതാവായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. പഴയ പുതിയ നിയമങ്ങൾ വായിക്കുമ്പോൾ ആ സത്യത്തിന് വചനം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ജനനം കൊണ്ടും പരിശീലനം കൊണ്ടും വിളി കൊണ്ടും മോശ മഹാനായിരുന്നു. ദൈവത്തെ മുഖാമുഖം കണ്ട വ്യക്തിയാണ് മോശ. അങ്ങനെ കണ്ടവരാരും പഴയ നിയമത്തിലില്ല. മോശയെ കണ്ടു എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ മുഖത്തു നിന്ന് അടിക്കുന്ന പ്രകാശം മോശയുടെ മുഖത്ത് പ്രതിഫലിച്ചിട്ട് മോശയുടെ മുഖം തിളങ്ങിയെന്നാണ്. ജനം അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഭയപ്പെട്ടു. അപ്പോൾ അതിന് മറുവശമെന്ന് പറഞ്ഞാൽ, ദൈവം മോശയെ ഒരു നേതാവായി വിളിച്ച് നിയമിച്ചിരിക്കുന്നു എന്ന് ജനത്തിന് സംശയം തോന്നുവാൻ ആവശ്യമില്ലാതെ വണ്ണം മോശയുടെ മുഖം തിളങ്ങി. നമ്മുടെ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും മഹത്വം കാണുന്ന ആളുകൾക്ക് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നു എന്ന് അംഗീകരിക്കുവാനായിട്ട് വൈമനസ്യമുണ്ടെങ്കിലും അവർ തമ്മിൽ അംഗീകരിച്ച് പറ്റൂ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുഖത്ത് ശോഭിക്കുന്നതായിരിക്കുന്ന ദൈവശോഭയാണ്. മഹാനായ ഒരു നേതാവിൻ്റെ പിൻഗാമിയാകുക എന്നുള്ളത് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം ആളുകൾ എപ്പോഴും മഹാനായിരുന്ന നേതാവുമായിട്ടാണ് തുലനം ചെയ്യുന്നത്. അങ്ങനെ തുലനം ചെയ്യുമ്പോൾ പല കാര്യങ്ങളും കുറവുള്ളവനായിട്ട് കാണുവാനായിട്ട് കഴിയും. അതോടെ അവരുടെ ബഹുമാനം ഇടിഞ്ഞു പോകും. എന്നാൽ ദൈവം യോശുവയുടെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കി. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുവാനായിട്ട് പരിഹാരം ഉണ്ടാക്കി. എന്തായിരുന്നു ആ പ്രശ്നം? യോശുവയുടെ ദൗത്യം മോശയുടെ ദൗത്യത്തെക്കാൾ ഒരളവിൽ പ്രയാസമേറിയതായിരുന്നു. കാരണം അനേക യുദ്ധങ്ങൾ ചെയ്യുവാനായിട്ടാണ് ദൈവം യോശുവയെ വിളിച്ചത്. മോശ അധികം യുദ്ധങ്ങൾ ചെയ്തിട്ടില്ല. അമാലേക്കർ യുദ്ധത്തിന് വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവിടെയും യോശുവയാണ് യുദ്ധം ചെയ്തത്. എന്നാൽ അനേക യുദ്ധങ്ങൾ മോശയ്ക്ക് ചെയ്യാനുണ്ടായിരുന്നു. 31 രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു എന്നാണ് സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നത്. പക്ഷേ ഈ യുദ്ധങ്ങളൊക്കെ ജയിച്ച് വരുമ്പോൾ ജയാളിയായിട്ട് തനിക്ക് തുടരണമെങ്കിൽ തൻ്റെ തേജസ്സും ഓജസ്സും മാറാതെ തന്നിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു നല്ല പ്രസംഗം ചെയ്തുകൊണ്ട് ആരും പ്രസംഗിയാവില്ലല്ലോ. നല്ല പ്രസംഗം ചെയ്ത് എല്ലാവർക്കും ഇമ്പ്രഷൻ വരുത്തിയ ആളുടെ അടുത്ത പ്രസംഗം ചെയ്യുമ്പം അതിനേക്കാൾ മെച്ചമായി ചെയ്തില്ലെങ്കിൽ എന്താ ആളുകൾ പറയാൻ പോകുന്നത്? ഓ, ആയിക്കോ, ഒരു പ്രസംഗം അറിയാവുന്നത് കാര്യമായിട്ട് അങ്ങ് ചെയ്തു. ഇന്നത്തെ കേട്ടില്ലേ, എന്തൊരു ട്രാജഡി എന്ന് പറയും. അപ്പോൾ പ്രസംഗം കൊണ്ടാണ് നേതൃത്വം തെളിയിക്കേണ്ടതെങ്കിൽ ഓരോ പ്രസംഗവും നന്നായിരിക്കണം. യുദ്ധം കൊണ്ടാണ് നേതൃത്വം തെളിയിക്കുന്നതെങ്കിൽ ഓരോ യുദ്ധത്തിലും ജയിക്കണം. ഡിപ്ലോമസി കൊണ്ടാണ് നേതൃത്വം തെളിയിക്കേണ്ടതെങ്കിൽ നല്ല ഡിപ്ലോമസി ഉണ്ടായിരിക്കണം. അപ്പോൾ മോശ മഹാനായ ഒരു നേതാവായിരുന്നു. ജനനം കൊണ്ടും പരിശീലനം കൊണ്ടും വിളി കൊണ്ടും അവൻ മഹാനായിരുന്നു. ദൈവത്തെ മുഖാമുഖം കണ്ട വ്യക്തിയാണ് മോശ. അങ്ങനെ ആരും ദൈവത്തിൻ്റെ മുഖാമുഖം കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ദൈവസ്ഥലത്ത് ഇരുന്നിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ മോശയുടെ മുഖം വിളങ്ങിയെന്നാണ്. ദൂതന്മാരുടെ മുഖം പോലെ തിളങ്ങി. അതും വേറെ ആർക്കും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മഹാനായ ഇതുപോലെയുള്ള ഒരു നേതാവിൻ്റെ പിൻഗാമിയാകുക എന്ന് പറയുന്നത് യോശുവയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ ദൈവം യോശുവയുടെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കി. എന്താണ് പരിഹാരം? യോശുവയുടെ ദൗത്യം മോശയുടെ ദൗത്യത്തേക്കാൾ ഒരളവിൽ പ്രയാസമേറിയതാണ്. കാരണം അനേക യുദ്ധങ്ങളിലും യോശുവ ചെയ്യണം. അനേകം രാജാക്കന്മാരോട് പോരാടണം. ശത്രുക്കളെ യുദ്ധം ചെയ്ത് കീഴടക്കണം. മരണത്തെ മുഖാമുഖം കാണുന്നൊരു ശുശ്രൂഷയാണ് മോശയുടെ പിൻഗാമിയായി വന്ന യോശുവയ്ക്കുണ്ടായിരുന്നത്. അപ്പോൾ മോശയേക്കാൾ വലിയവനായെങ്കിൽ മാത്രമേ യോശുവയ്ക്ക് വിജയിക്കുവാനായിട്ട് കഴിയൂ. ദൈവം യോശുവയെ ജനത്തിന് മുൻപാകെ വലിയവനാക്കുവാൻ തുടങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം ഒരാളെ വലിയവനാക്കുവാൻ തുടങ്ങി അവൻ വലിയവനാകും. പലപ്പോഴും നമ്മുടെ പരാജയം എവിടെയാണെന്ന് ചോദിച്ചാൽ, നാം നമ്മെ തന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. എന്നിട്ട് നാം ഒടുവിൽ പരാജിതരായിത്തീരും. ദൈവം യോശുവയെ മഹാനാക്കുവാൻ തുടങ്ങിയാൽ യോശുവ ഒരിക്കലും ചെറുതാവില്ല. യോശുവയെക്കുറിച്ചുള്ള ജനത്തിൻ്റെ ചിന്തയിൽ അനുകൂലമായ ഒരു ചായ്വ് ദൈവം ഉണ്ടാക്കി എന്നുള്ളതാണ്. അനുകൂലമായ ഒരു ചായ്വ് ദൈവം ഉണ്ടാക്കി. മോശയെ ജനം അനുസരിച്ചതിൽ കൂടുതൽ യോശുവയെ അനുസരിച്ചു. വാസ്തവത്തിൽ യോശുവയുടെ പുസ്തകം മുഴുവൻ വായിച്ചാൽ ഒരിക്കൽ പോലും യോശുവയോട് ദൈവം മത്സരിച്ചില്ല. മത്സരിക്കാൻ അവർക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. യെബൂസ്യരുമായിട്ട് ഒരു ഒത്തുതീർപ്പ് സന്ധി വയ്ക്കുകയും യോശുവയും ജനവും വഞ്ചിക്കപ്പെടുകയും ചെയ്തപ്പോൾ വേണമെങ്കിൽ ജനത്തിനെ മത്സരിക്കാമായിരുന്നു. എന്നാൽ അവിടെയും മത്സരിച്ചില്ല. അതിന് പകരം ജനമെന്താ പറഞ്ഞത്?
നിൻ്റെ വാക്ക് ആരെങ്കിലും കേൾക്കാതിരുന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. അങ്ങനെയാണ് ജനങ്ങൾ യോശുവയോട് പറഞ്ഞത്. നിൻ്റെ വാക്ക് ആരെങ്കിലും കേൾക്കാതിരുന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. മോശയോടും അങ്ങനെ ഒരു വാക്ക് പറയാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അഹരോനോടും അവരെ ഈ കനാൻ നാട്ടിൽ വന്ന് ചേർന്നത് തന്നെ വലിയ വലിയ ബുദ്ധിമുട്ടിയാണ്. എന്നാൽ യോശുവയോട് അവർ പറഞ്ഞു, ഒരൊറ്റ ആൾ പോലും നിൻ്റെ വാക്ക് കേൾക്കാതിരിക്കില്ല, കേൾക്കാതിരുന്നാൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാമെന്ന് പറഞ്ഞു. മഹത്വകരമായ ഒരു നേതൃത്വ ഗുണം ജനം ദർശിക്കാതെ അവരെ വിജയകരമായി നടത്തുവാനായിട്ട് യോശുവയ്ക്ക് കഴിയുമായിരുന്നില്ല. യോശുവയിൽ അത് കാണണം, മഹത്തരമായിരിക്കുന്നൊരു നേതൃത്വ ഗുണം കാണണം. ഞാൻ വിചാരിക്കുന്നു മോശയുടെ മുഖം ശോഭിച്ചതും അതൊക്കെ കണ്ടപ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, മോശയെപ്പോലെ ശക്തനല്ലെങ്കിലും മോശയുടെ ആത്മാവുള്ളവനാണ് എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ജനം പറഞ്ഞു, നിൻ്റെ വാക്ക് ആരെങ്കിലും കേൾക്കാതിരുന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന്. യഥാർത്ഥ മഹത്വ ഉയർച്ചയും ദൈവമാണ് നൽകുന്നത്. ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ വിജയകരമായ നിർവഹണത്തിന് പര്യാപ്തമായ മഹത്വം ദൈവം അവർക്ക് നൽകും. നിന്നെ പ്രസംഗിയായി വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു പ്രസംഗിയാണെന്ന് ജനം അറിയത്തക്കവണ്ണം ദൈവം നിനക്കതിൻ്റെ മഹത്വം തരും. ഏത് ശുശ്രൂഷയാണോ ചെയ്യുവാൻ വിളിച്ചിരിക്കുന്നത് ആ ശുശ്രൂഷ ജനം അംഗീകരിക്കുവാൻ ആവശ്യമായിരിക്കുന്നൊരു അംഗീകാരം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥ മഹത്വ ഉയർച്ചയും ദൈവമാണ് നൽകുന്നത്. ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ വിജയകരമായ നിർവഹണത്തിന് പര്യാപ്തമായ മഹത്വം ദൈവം അവർക്ക് നൽകും. അങ്ങനെ നൽകപ്പെടാതിരുന്നാൽ അവർ വിജയിക്കുകയില്ല. ദൈവം തൻ്റെ വേലയ്ക്കായി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വേല നിർവഹിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കൃപയും ദൈവം തന്നെ തീർച്ചയായിട്ടും നൽകും. യോശുവ അക്കാര്യത്തിൽ നമുക്ക് ഒരു നല്ല നേതാവാണ്. മോശ ഒരു നല്ല നേതാവാണ്. കാരണം യോശുവയെ തയ്യാറാക്കി നിർത്തി. യോശുവ തൻ്റെ ദൗത്യം നന്നായി നിർവഹിച്ചു. എന്നാൽ തൻ്റെ സ്ഥാനത്ത് വേറൊരു നേതാവിനെ ഒരുക്കി നിർത്തുവാൻ യോശുവയ്ക്ക് കഴിഞ്ഞില്ല. പല നേതാക്കന്മാരും പരാജയപ്പെടുന്ന ഇവിടെയാണ്. അവരുടെ കഴിവും അവരുടെ പ്രശസ്തി നിമിത്തം സഭകൾ ചിലപ്പോൾ നന്നായി വളർന്നെന്ന് വരാം, അനേകർ മുന്നോട്ട് വന്നെന്ന് വരാം. പക്ഷേ അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ, അവരവിടെ നിന്ന് സ്ഥലം വിട്ടാൽ സഭയുടെ വലിപ്പവും കുറയും, എല്ലാം കുറയും, ആളുകളുടെ എണ്ണവും കുറയും. ദൈവവചനപ്രകാരം നാം ദൈവിക കാര്യങ്ങൾ ചെയ്താൽ, നമ്മുടെ ശുശ്രൂഷകൾ ചെയ്താൽ നമുക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല. കാരണം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് നാം കാര്യങ്ങൾ ചെയ്യുന്നത്. മറിച്ച് ദൈവവചനത്തിൻ്റെ മാതൃകയും ദൈവഹിതവും തള്ളിക്കളഞ്ഞ് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ നാം ചെയ്താൽ നാം ഒരു കാര്യം മനസ്സിലാക്കും, നമ്മുടെ ബുദ്ധി അത്ര വലിയ ബുദ്ധിയല്ല. നാം ആഗ്രഹിക്കാത്ത സ്ഥാനത്ത് പരാജയപ്പെട്ടു പോകും. എന്നാൽ അങ്ങനെ പരാജയപ്പെടാതെ ദൈവ പരിപാടി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നേറുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.